അസ്സലാമലൈക്കും. എനിക്കിന്ന് നല്ല സന്തോഷമാണ്. എന്താണെന്നറിയോ? ഇന്ന് രാവിലെ മസ്റൂറ ഫാത്തിമാൻ്റെ ഒരു വീഡിയോ കണ്ടോളെ വീടിൻ്റെ നല്ല സൂപ്പറാണ്, നല്ല ഐശ്വര്യമുള്ള വീട്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പുറത്തുനിന്ന് തന്നെ അവളെല്ലാതും കാട്ടിത്തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഹാള്, സിറ്റ് ഔട്ട്, അടുക്കള, സ്റ്റോർ റൂം, ഒരു കുഞ്ഞ് കിണർ, ബാക്ക് ഭാഗമൊന്നും തേച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഫ്രണ്ട് ഭാഗം നല്ല ക്ലിയർ ആക്കിയിരിക്കണു. പക്ഷെ എന്നാലും ആ വീട് കണ്ടപ്പോൾ നല്ലൊരു ഐശ്വര്യമുള്ള വീടായിട്ട് തോന്നി. അതിൽ ഓരോരുത്തരും കൊടുത്ത സാധനങ്ങളോട് എണ്ണി എണ്ണി പറയുന്നുണ്ട്, ഇന്നോരോ സാധനമാണ് ഇത്, ഇന്നൊരു തന്നെ സിങ്കൊക്കെ കൊടുന്ന് വെച്ചിട്ട് പറയുന്നുണ്ട്, ഒരു ചെറിയ കുട്ടി തന്നതാണ് ഈ സിങ്കിനുള്ള പൈസ. ഞാൻ ടൈൽസ് വാങ്ങണത് അതേമാതിരി തന്നെ ആരയച്ചു കൊടുത്ത പൈസ കൊണ്ടാണ്. പിന്നെ പീഡിയക്കാരനും കുറച്ച് വില കുറച്ച് കൊടുത്തുക്കണു. അങ്ങനെ എല്ലാ വകയിലും കൂടി ആയിട്ട് പക്ഷെ ഒരു സന്തോഷം കാണണം കേട്ടോ. നജിലാൻ്റെ സംസാരത്തിലും അതേമാതിരി മസ്റൂറ മോളെ ചിരി, സന്തോഷം. എന്താണ് മോളെ പറയാനുള്ളത് ചോദിക്കുമ്പോൾ സന്തോഷമാണ്. അതേമാതിരി മുസ്താഖിൻ്റെ മുഖത്തും സന്തോഷം, എല്ലാവർക്കും സന്തോഷം. പോയി മറ്റേ പൈപ്പൊക്കെ തുറന്നു നോക്കുന്നുണ്ട്. ബാത്റൂമിൻ്റെ ഡോറൊക്കെ ഉണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. ആ വീടിൻ്റെ മുൻവശം കാണാൻ നല്ലൊരു ഐശ്വര്യം, ആ വീടിൻ്റെ മുൻവശം കാണാൻ. ഏതായാലും എനിക്കും സന്തോഷം തോന്നി. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ, പുതിയതായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടിക്കണു. കുറേ ആൾക്കാർ ലൈക്ക് കിട്ടിക്കണു, ഒരുപാട് ലൈക്കും കിട്ടിക്കണു. അതേപോലെ പുതിയ സുഹൃത്തുക്കളെ കിട്ടിക്കണു. സന്തോഷം കേട്ടോ എല്ലാവരോടും. ഇത്രയും കാലം ഞാൻ ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ടുണ്ടാവും ഞാൻ പാട്ടിടാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ കഴിഞ്ഞ വീഡിയോക്ക് കിട്ടിയ മാതിരി ഒരു ലൈക്കോ സബ്സ്ക്രൈബേഴ്സിനെയോ അല്ലെങ്കിൽ സപ്പോർട്ടോ കമൻറ്റോ എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇതിൽ നിറയെ കിട്ടി, ഇഷ്ടം പോലെ കിട്ടി. സന്തോഷം എല്ലാവരോടും. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നതിന്. അൽഹംദുലില്ലാ, അതന്നെ, അങ്ങനെ തന്നെ പറയണം, അൽഹംദുലില്ലാ. അതേമാതിരി ഒരാൾ ചോദിച്ചിരുന്നു, ആരാണെന്ന് എനിക്കറിയില്ല, ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇത്താ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെ വീട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം. കാപ്പ് വെട്ടത്തൂർ എന്ന് പറയും, അതാണ് സ്ഥലം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും എവിടെയാണ് സ്ഥലം എന്ന്. പിന്നെ ആദ്യത്തെ വീഡിയോകളിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോണത്. പട്ടിക്കാട് മറ്റേ റെയിൽവേയിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ആ റോഡും വഴിയെല്ലാം ഫുള്ളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കമൻറ്റിൽ പറയാൻ എഴുതാൻ ഈ പറയണ മാതിരി ഒരു എന്തോ ഒരു ക്ലിയർ അല്ല. എൻ്റെ ഫോൺ മാറ്റിയിട്ടുണ്ട് ഞാൻ. ആദ്യത്തെ ഫോണല്ല, ആദ്യത്തെ ഫോണിൽ കുറച്ച് ഒരു ചെറിയ ക്ലിയർ കുറവുണ്ടാകും. ചെറിയ ക്ലിയർ കുറവല്ല, വലിയ ക്ലിയർ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു ഫോണിപ്പോൾ ലോണായിട്ട് വാങ്ങിക്കുകയാണ്. എനിക്ക് മൈക്കോ അല്ലെങ്കിൽ ഇത് പറയുന്ന സ്റ്റാൻഡോ അതൊന്നുമില്ല. അപ്പോൾ ഒരു ഭാഗത്ത് മേശമേ മൈക്ക് വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ വീഡിയോ ചെയ്യണത് പാട്ടിടാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തുടങ്ങിയത്. പക്ഷേ മസ്റൂറ ഫാത്തിമാനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടപ്പോൾ അതിലൊരുപാട് ആൾക്കാർ കണ്ടു, ലൈക്ക് അടിച്ചു, സപ്പോർട്ട് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഇന്ന് ഓളെ വീടിൻ്റെ വീഡിയോ രാവിലെ ഞാൻ കണ്ടു. ഓളെ വീഡിയോ ഇടുമ്പോഴത്തേന് ഞാനത് കാണും. എനിക്ക് വലിയ ഇഷ്ടമാണ് ആ കുട്ടീനെ, ആ കുടുംബത്തിന്. അപ്പോൾ അത് ഇട്ടപ്പോൾ ഇന്ന് പാട്ടൊന്നുമില്ല കേട്ടോ. ഇന്ന് വെറും ഇത് മാത്രമേ ഉള്ളൂ. മസ്റൂറ ഫാത്തിമാനെയും നജിലാനെയും കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തുന്നൽ പണിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തുന്നാൻ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുന്നപ്പണിയിലായിരുന്നു. ഇനിയിപ്പോൾ 2 തുന്നിക്കഴിഞ്ഞു, 2 ബ്ലൗസ് തുന്നിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇനി എമിങ് ചെയ്യണം, അതൊന്ന് ഇസ്തിരി ഇട്ട് വെക്കണം. വൈകുന്നേരത്തെ വാങ്ങാൻ ആൾ വരും, അപ്പോഴത്തേന് അതൊന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ വേറെ ഇപ്പം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഏതായാലും സന്തോഷം. നജിലാൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ, അവരെ കൂടെ എനിക്കും സന്തോഷം. എന്നാണല്ലോ ഇപ്പോൾ 25-ാം തീയതി കുട്ടീനെ സുന്നത്തിന് കൊണ്ടുപോകണത്. അത് രാവിലെ പറയുന്നുണ്ടായിരുന്നു വീഡിയോയിൽ, ഇന്ന് സുന്നത്തിന് കൊണ്ടുപോവുകയാണ്, അവൾ പോകില്ല, അവൾക്ക് പേടിയാണെന്ന്. പക്ഷേ ഞാൻ അവളെ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പേടിക്കാനൊന്നുമില്ല, 3 ദിവസം ഗുളിക തരും വേദനക്കുള്ള, അതുകൊണ്ട് വലിയ, എന്നാലും ചെറുതായിട്ടുള്ള കുറുമ്പൊക്കെ ഉണ്ടാകും, കുട്ടികളല്ലേ. അപ്പോൾ ബാക്കി എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണു. അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ ഒന്നും കൂടി പറയുകയാണ്, എൻ്റെ വീട് പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്ന കാപ്പ് വെട്ടത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്.
ഇവിടേക്ക് ബസ്സിന് വരാം. എല്ലാവർക്കും ചോദിച്ചവർക്ക് അറിയാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ പിന്നെന്താ, നെജില കുട്ടികളും അൽഹംദുലില്ലാ ആ പെരയിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ആ മറ്റേ പെര പഴയ വാടക പെരയിൽ അടച്ചിട്ടാണ്, കുട്ടികളെ പൂട്ടിയിട്ടിട്ടാണ് പോകണമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഏതായാലും കുടുംബ വീടിൻ്റെ അടുത്തായതുകൊണ്ട് കുട്ടികളെ രാവിലെ എല്ലാം കൊടുത്തിട്ട് ഉമ്മാൻ്റെ മാപ്പാൻ്റെ അടുത്ത് വിട്ട് അവിടെ ഇരുന്നോളൂ അല്ലേ ഏറ്റങ്ങൾ. സ്കൂളിലുള്ളപ്പോൾ പിന്നെ ഓൾ തന്നെ സ്കൂൾ കൊണ്ടാക്കുകയെന്ന് പറഞ്ഞ് മദ്രസയിലേക്ക് കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. സ്കൂൾ ബസ് ഉണ്ടാകുമല്ലോ, അങ്ങനെ പോകാമല്ലോ. ഇൻഷാ അല്ലാ ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ എനിക്ക് അള്ളാഹു അനുവദിച്ചാൽ ഒന്ന് കാണണം എന്നുണ്ട് അവരെ. വലുതായിട്ട് സഹായിക്കാനൊന്നും ഞങ്ങളെടുത്തില്ല, പക്ഷെ എന്നാലും ഒന്ന് പോയി കാണണമെന്നുണ്ട്. ഓളെ പെരയും ഓളെ സന്തോഷവും കുട്ടികളെയൊക്കെ ഒന്ന് നേരിട്ട് പോയി കാണണമെന്നുണ്ട്. ഇൻഷാ അല്ലാ നോക്കട്ടെ, പറ്റിയാൽ ഞാനൊന്ന് പോയി കാണും. ഏതായാലും പാവപ്പെട്ട കുട്ടി ഓരോ സാധനത്തിൻ്റെ അടുത്ത് ക്യാമറ പിടിച്ച് ചെല്ലുമ്പോൾ പറയുന്നുണ്ട് ഇത് ഇന്നൊരു തന്നത് ഓൽക്കല്ല അള്ളാഹു എന്ത് നെയ്യത്തോടെ തന്നോ ആ നെയ്യത്ത് അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേമാതിരി ഞാനും ദുആ ചെയ്യണു. കാരണം എന്താ വെച്ചെങ്കിൽ ഓൾക്ക് എന്ത് നെയ്യത്ത് വെച്ചാണ് ഓരോരുത്തരും ഓരോ സാധനം നൽകിയിട്ടുള്ളത്, അവരെ നെയ്യത്ത് അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. പിന്നെ കാണാത്ത ഒരുപാട് അവളെക്കായും പാവപ്പെട്ടവരുണ്ടാവാം, പക്ഷെ നമ്മൾ കാണുന്നില്ലല്ലോ, കണ്ണ് കാണുന്നില്ലല്ലോ. പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയുമായിരിക്കും നെജിലാനേക്കായും കുടുംബത്തിനേക്കായും കൂടുതൽ കഷ്ടം അനുഭവിക്കുന്നവരാണ് ഇവർ എന്നുള്ളത് നമ്മൾ കണ്ടാൽ പറയുക. പക്ഷേ നമ്മൾക്ക് കാണുന്നില്ലല്ലോ. ഞങ്ങളടുത്ത് കൂടെ തന്നെ ഉണ്ട് കുറേ ആൾക്കാരുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണവർ. പക്ഷേ അവർക്കൊക്കെ വീഡിയോയിൽ വരാനും ഇല്ലെങ്കിൽ ആ അറിവില്ലായ്മ, അതല്ലെങ്കിൽ അതുകൊണ്ടുള്ള മടി, അങ്ങനെയൊക്കെ ഉണ്ട്. മടിയുള്ള കൂട്ടർ ഒരുപാടുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും പുറത്ത് പറയാതെ ജീവിക്കുന്നത്. പക്ഷേ നെജിലാനെ സംബന്ധിച്ച് അവളെ കൊണ്ട് താങ്ങാനാകില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് അവൾ തുടങ്ങണത്. പിന്നെ പറയണില്ലേ എന്താണ് മാനസിക രോഗത്തിലേക്ക് പോയി ഡിപ്രഷനായി, അതിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നത് ഈ യൂട്യൂബ് ചാനലുകൊണ്ടാണ്. അപ്പോൾ പറയുന്നത്, ഇന്നത്തെ വീഡിയോയിലും പറയുന്നുണ്ട്, എൻ്റെ സഹോദരങ്ങളാണ് നിങ്ങളൊക്കെ, എൻ്റെ കൂടപ്പിറപ്പുകളാണ്, ഇനി എല്ലാവരും ചേർത്ത് പിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഞാൻ മാറില്ല, ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആ മക്കൾ കുറച്ച് വലുതാകുന്നത് വരെ എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് ഒരു ചെറിയ വരുമാനം കിട്ടിയ ആ മലയുടെ മുകളിൽ ഞാൻ കണ്ടോള് പോണ റബ്ബറും തോട്ടത്തിലൊക്കെ ഞാൻ ഓളെ വിളിക്കലുണ്ട്, ഓളിന്നെ വിളിക്കലുണ്ട്, മറ്റേ വാട്സപ്പിൽ കൂടെ ഞങ്ങൾ ചാറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നു. പിന്നെ വീഡിയോയിലും കാണുന്നുണ്ട്. ഒരു ദിവസം എന്തോ മെസ്സേജ് ചെയ്യാൻ വിട്ടപ്പോഴത്തേനും അവൾ തിരിച്ച് ഡബ്ബറും തോട്ടത്തിലാണ് എത്താന്നും പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്ത് എനിക്ക് വിട്ടു തന്നിരുന്നു. കുന്നും മലയും കയറി. അപ്പോൾ ബാഡ് കമൻ്റ് ഒന്നും കഴിയണതും ആ പെൺകുട്ടിക്ക് ഇടാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ആ മലകളൊക്കെ കയറി നടക്കുമ്പോൾ മനസ്സിന് ബലമില്ലെങ്കിൽ കയറാൻ പറ്റില്ല. കുന്നും മലയൊക്കെ കയറി പോകുമ്പോൾ മനസ്സ് വേദനിച്ചുകൊണ്ട് കയറിയ ആകെ തളർന്നു പോകും. ആ കുട്ടികളെ എങ്ങനെയെങ്കിലും വളർത്തിക്കോട്ടെ, എങ്ങനെയെങ്കിലും. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെയോ അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരെയോ അല്ല അവൾ പറയണത്. ഓളെ നാട്ടിലുള്ള ആൾക്കാർ മാപ്പിള പിടിക്കാൻ പോവുകയാണ്, അങ്ങനെ പോവുകയാണ്, ഇങ്ങനെ പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അവൾക്ക് മറ്റേ കമൻറ്റിലും ഇട്ടു, അല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അത് മൈൻഡ് ചെയ്യാൻ നിന്നാൽ നീ തളർന്നു പോകും, അപ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട, അത് മൈൻഡ് ചെയ്യാതെ തന്നെ നീ നിൻ്റെ വഴിക്ക് അള്ളാനെ മുറുകെ പിടിച്ചു പോ, വിജയം നിനക്ക് ഉണ്ടാവുള്ളൂ, തോൽവി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സമാധാനിപ്പിക്കാൻ പറ്റുന്നത്ര ഞാൻ സമാധാനിപ്പിച്ച് ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ട്, പിന്നെ കമൻറ്റും വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു പറയുന്നുണ്ടോള്, കാരണം നിങ്ങളെ കമൻറ്റുകളാണ് എനിക്ക് കൂടുതൽ ധൈര്യം തരുന്നതെന്ന്. അപ്പോൾ അതേമാതിരി നല്ല കമൻ്റ് ഇടുക. ആ മക്കളെ കുറച്ച് വളർത്തിക്കൊണ്ടിരുന്നവരെ ഓള് കല്യാണം കഴിക്കണമെന്നോ വേറൊന്നും പറയുന്നില്ലല്ലോ. ആ 3 മക്കളെ വളർത്തിക്കൊണ്ടിരണം, അള്ളാൻ്റെ ഇതിനനുസരിച്ച് എന്നല്ലേ പറയണുള്ളൂ. പടച്ചോനെ മുറുക്കി പിടിച്ച് ആ മക്കളെ വളർത്തണം എന്നല്ലേ പറയണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുക്കാം. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ബാഡ് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പാവം തളർന്നു പോയാലോ ആ മക്കളെ കാര്യങ്ങൾ ആലോചിച്ച് എന്ത് ചെയ്യുന്നു. കാരണം മക്കളെ കാര്യം ആലോചിച്ചിട്ടും പണിയുടെ ഇതും മാസത്തിൽ ഫുള്ളായിട്ട് പണി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അതാ റംസാനാകുമ്പോൾ പണി ഉണ്ടാവില്ല എന്ന് പറയണത്. കാരണം സീസൺ കഴിഞ്ഞു, ഇനി കുറച്ച് ദിവസം പണി ഉണ്ടാവില്ല. അപ്പോഴത്തേനും രക്ഷപ്പെട്ടു എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ വാടകയിൽ നിന്നുള്ള രക്ഷപ്പെട്ടു. ഇനിയുള്ള അരിയും വല്ല റേഷൻ അരിയും കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് കഞ്ഞി കുടിച്ചാലും അടച്ചുറപ്പാക്കി കടക്കാലോ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്. എന്നാലും
യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനമൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മക്കളെ കാര്യത്തിന് എന്തെങ്കിലും ഇനി ആകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാഡ് കമൻറ്റ് കഴിയണതും ഓൾക്ക് നിങ്ങളാരും ഇടരുത്. ഒരു പാവം പിടിച്ച പെണ്ണല്ലേ, എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ. നമുക്കിപ്പോൾ എന്താ ബാഡ് ഇട്ടാലും നല്ല ഇട്ടാലും ഒരു നല്ലത് ഇട്ടാൽ നമുക്ക് അതിനൊരു സമാധാനമെങ്കിലും ഉണ്ടാവും. കാരണം നമ്മളാരും ബാഡ് ഇട്ടിട്ടില്ല. സംഭവങ്ങൾ പറയുന്നത് ശരിയാണ്. മറ്റുള്ളവരെക്കായും ഓളെക്കായും മോശപ്പെട്ട് ജീവിക്കണവരുണ്ടാകും ഒരുപാട് ദരിദ്രം. പക്ഷെ നമ്മളെ കണ്ണ് കാണില്ല. ഇതൊക്കെ നമ്മളെ കണ്ണ് കാണുമ്പോഴല്ലേ. അപ്പോൾ നമ്മളെ നേരിട്ട് നമ്മളെ കണ്ണ് കാണുമ്പോൾ നമ്മൾ പറയും. കാണാതെ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷെ അത് കാണാതെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും കൂടി നമ്മളെ കണ്ണ് കാണുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ മനസ്സിലേക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഏതായാലും ഞാൻ നിർത്തണു. ഇനി കൂടുതലൊന്നും പറയല്ല. എന്നെ സപ്പോർട്ട് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും എല്ലാവർക്കും നന്ദി. ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയിൽ എനിക്ക് കൂടിയിട്ടുണ്ട്. ഒരുപാടൊന്നും പറയില്ല, ഒരു 10-50 എണ്ണം. എന്നാലും അൽഹംദുലില്ലാ അതൊരു സന്തോഷം തന്നെയാണ്. പിന്നെ കമൻറ്റുകൾ വരാൻ തുടങ്ങി, അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ. അപ്പോൾ കൂടുതൽ ഫ്രണ്ട്സുകളെ കിട്ടാൻ പോവുകയാണ് ഇനി എനിക്കും. അപ്പോൾ അക്കാര്യത്തിലും സന്തോഷം. അതേമാതിരി നെജിലാക്കും മസൂറോറാക്കും മുസ്താഖിനും മിക്സലിനും എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ. അതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു നല്ല മാർഗം കാട്ടിക്കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും. ഞാൻ നിർത്തുക.